ചോദ്യം 1. ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പേത്? ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 44, ഓപ്ഷൻ ഡി 14. ഉത്തരം ഓപ്ഷൻ സി 44. ചോദ്യം 2. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 35, ഓപ്ഷൻ ഡി 21. ഉത്തരം ഓപ്ഷൻ എ 30. ചോദ്യം 3. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേത്? ഓപ്ഷൻ എ ഭാഗം 3, ഓപ്ഷൻ ബി ഭാഗം 2, ഓപ്ഷൻ സി ഭാഗം 4, ഓപ്ഷൻ ഡി ഭാഗം 4A. ഉത്തരം ഓപ്ഷൻ എ ഭാഗം 3. ചോദ്യം 4. പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ആര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതി. ചോദ്യം 5. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ ഡി ധനമന്ത്രി. ഉത്തരം ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. ചോദ്യം 6. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഓപ്ഷൻ എ സി രാജഗോപാലാചാരി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ഓപ്ഷൻ ഡി ഡോക്ടർ സി രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ചോദ്യം 7. ദേശീയ സമ്മതിദാന ദിനം എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 25, ഓപ്ഷൻ ബി ഏപ്രിൽ 20, ഓപ്ഷൻ സി മാർച്ച് 20, ഓപ്ഷൻ ഡി ഡിസംബർ 28. ഉത്തരം ഓപ്ഷൻ എ ജനുവരി 25. ചോദ്യം 8. ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി കാനഡ. ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക. ചോദ്യം 9. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. ഉത്തരം ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. ചോദ്യം 10. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി മറാഠി, ഓപ്ഷൻ ഡി മലയാളം. ഉത്തരം ഓപ്ഷൻ എ ഇംഗ്ലീഷ്. ചോദ്യം 11. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെ? ഓപ്ഷൻ എ രാജ്യസഭയിൽ, ഓപ്ഷൻ ബി ലോക്സഭയിൽ, ഓപ്ഷൻ സി സംയുക്ത സമ്മേളനത്തിൽ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ലോക്സഭയിൽ. ചോദ്യം 12. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 2001, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2004, ഓപ്ഷൻ ഡി 2005. ഉത്തരം ഓപ്ഷൻ ഡി 2005. ചോദ്യം 13. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1995, ഓപ്ഷൻ ബി 1994, ഓപ്ഷൻ സി 1991, ഓപ്ഷൻ ഡി 1993. ഉത്തരം ഓപ്ഷൻ ഡി 1993. ചോദ്യം 14. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. ഓപ്ഷൻ എ വി വി ഗിരി, ഓപ്ഷൻ ബി മുഹമ്മദ് ഹിദായത്തുള്ള,
ഓപ്ഷൻ സി ഗുൽസാരിലാൽ നന്ദ, ഓപ്ഷൻ ഡി നീലം സജീവ റെഡ്ഡി. ഉത്തരം ഓപ്ഷൻ എ വി ഗിരി. ചോദ്യം 15. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ഓപ്ഷൻ എ ജസ്റ്റിസ് ശ്രീദേവി, ഓപ്ഷൻ ബി ജസ്റ്റിസ് ലൈല സേത്ത്, ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഭാനുമതി. ഉത്തരം ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ചോദ്യം 16. ഇന്ത്യയിൽ വരുമാന നികുതികൾ പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? ഓപ്ഷൻ എ പഞ്ചായത്തുകൾ, ഓപ്ഷൻ ബി മുനിസിപ്പാലിറ്റികൾ, ഓപ്ഷൻ സി കേന്ദ്ര ഗവൺമെൻറ്, ഓപ്ഷൻ ഡി സംസ്ഥാന ഗവൺമെൻറ്. ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര ഗവൺമെൻറ്. ചോദ്യം 17. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. ഓപ്ഷൻ എ മാൻഡമസ് റിട്ട്, ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ റിട്ട്, ഓപ്ഷൻ സി കോവാറൻഡോ റിട്ട്, ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ്. ഉത്തരം ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ്. ചോദ്യം 18. ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ പ്രൊഫസർ ഗ്രാൻവിൽ ആസ്റ്റിൻ, ഓപ്ഷൻ ബി പ്രൊഫസർ ആൽബർട്ട് ബെൻഡേസി, ഓപ്ഷൻ സി സർ ഐവർ ജെന്നിങ്സ്, ഓപ്ഷൻ ഡി ഡോക്ടർ കെ.എം. മുൻഷി. ഉത്തരം ഓപ്ഷൻ സി സർ ഐവർ ജെന്നിങ്സ്. ചോദ്യം 19. താഴെ തന്നിട്ടുള്ളവയിൽ ഏത് വിഷയമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ കൃഷി, ഓപ്ഷൻ ബി പൊതുജനാരോഗ്യം, ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണം, ഓപ്ഷൻ ഡി വനങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി വനങ്ങൾ. ചോദ്യം 20. പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയമിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 75, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 76, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 84, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 77. ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ 75.